എല്ലാവർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിൻ്റെ വിഷു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഒരു വലിയ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വിഷു സ്പെഷ്യലായിട്ട് ഒരു പുളിശ്ശേരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതും വളരെ ഈസി സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ഞങ്ങളുടെ നാട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പിയല്ല. ഞാനിത് ബോംബെയിൽ വന്നതിന് ശേഷം പഠിച്ചതാണ്. ശരിക്കും കൊല്ലത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാരിയാണ് എനിക്കിത് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്ത് ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലിലാണ് ഞാനിത് ചെയ്തേക്കുന്നത്. ഇനി അവിടെ വേറെ ഭാഗങ്ങളിൽ വേറെ രീതിയിൽ ഉണ്ടാക്കണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനകത്തേക്ക് 2 കപ്പ് തൈരാണ് ഉടച്ച് വെച്ചിരിക്കുന്നത്. മിക്സിയുടെ ജാറിൽ 2 കപ്പ് തൈരിനെ ഒട്ടും വെള്ളം ചേർക്കാണ്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ 1 കപ്പ് നാളികേരമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ തിക്നെസ് കൂട്ടേണ്ട അനുസരിച്ചിട്ട് നമുക്ക് നാളികേരത്തിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടുകയോ അല്ലെങ്കിൽ തിക്നെസ് കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യാം. 1 കപ്പ് നാളികേരവും ഇതുപോലുള്ളൊരു ചെറിയ പീസ് ഇഞ്ചിയും 3 എരിവിന് വേണ്ടിയിട്ട് 3 പച്ചമുളക് എടുത്തിരിക്കുന്നത്. അത് കൂട്ടേ കുറയ്ക്കേ ചെയ്തോളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകം, ഒരു 2 കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരുവിധം നന്നായിട്ട് ഞാൻ ചേർക്കാറുണ്ട്, ഒരു മഞ്ഞ കളറിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ആദ്യം തന്നെ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇതാ നമ്മൾ അരച്ചെടുത്ത ആ നാളികേരത്തിൻ്റെ കൂട്ടിനെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അധികം വെള്ളം ചേർത്തിട്ടല്ല അരച്ചിരിക്കുന്നത്. ആദ്യം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം, നാളികേരം ഒന്ന് വേവണം. അതിന് ശേഷം നമ്മൾ ഉടച്ചെടുത്തേക്കണ തൈര് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇത് എടുക്കണുള്ളൂ. തിളപ്പിച്ച് ഒന്ന് കുറുക്കി എടുക്കണമെന്നെങ്കിൽ എടുക്കാം, അതും നല്ല ടേസ്റ്റാണ്. ശരിക്കും പുളിശ്ശേരി എന്ന് പറയുമ്പോൾ അതിനൊന്ന് തിളച്ച് പതഞ്ഞ് വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യണ ഒരു രീതിയാണ് അവരെനിക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഞാൻ ഈ 2 രീതിയിലും ചെയ്യാറുണ്ട്. കുറുക്കി എടുക്കുമ്പോൾ നമുക്ക് 1-2 ദിവസമൊക്കെ അത് പുറത്ത് വെച്ച് കഴിഞ്ഞാലും കേടാവാറില്ല. പക്ഷേ ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരണ രീതിയിൽ എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. നാളികേരം നന്നായിട്ട് തിളച്ചു. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് 2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഒട്ടും വെള്ളം ഇല്ലാണ്ടാട്ടോ അടിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ നിറച്ചിട്ടിട്ടുണ്ട്. അതാണ് ഇത്രയും കളറ് വന്നേക്കണേ. നിങ്ങൾക്ക് കളർ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ അളവ് കുറച്ചാൽ മതി. ഇനി ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കുമ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ പതഞ്ഞ് മുകളിലേക്ക് വരും. ആ സമയത്ത് ഇതിനെ ഇറക്കി വയ്ക്കണം. അപ്പോൾ ഇതാ നമ്മുടെ പുളിശ്ശേരി നന്നായിട്ട് പതഞ്ഞ് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ തിളപ്പിച്ച് ഇങ്ങനെ കുറുക്കി എടുക്കണമെങ്കിൽ ആ രീതിയിലും ചെയ്യാം. ഞാനിപ്പോൾ ഇതിനെ മാറ്റി വയ്ക്കാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു തടുക്ക ഇടണം. അപ്പോൾ വേണമെങ്കിൽ റിവേഴ്സിൽ ചെയ്യാം, അതായത് തടുക്കയിലോട്ട് നമുക്ക് ഈ അരപ്പ് ചേർത്തിട്ട് ചെയ്യാം. അതും അങ്ങനെയും എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയത് ഇതായതുകൊണ്ടാണ് ഇത് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് നെയ്യാണ് യൂസ് ചെയ്യണം. നെയ്യിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ. നമ്മുടെ നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ചെറിയുള്ളിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഇത് വെളുത്തുള്ളിയും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നിയത് കൊണ്ടാണ് വെളുത്തുള്ളി ഞാൻ വറവിടുന്നത്. ഇതിനെയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നല്ല ബ്രൗൺ കളറിൽ മൂപ്പിച്ച് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുളിശ്ശേരിയിലേക്കുള്ള ആ തടുക്ക റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ട്
നമ്മുടെ പുളിശ്ശേരിയിലേക്ക് അതിനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു കഷ്ണങ്ങളും ചേർക്കാത്ത പുളിശ്ശേരി. അപ്പോൾ ഇത് ഒരാഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് കഴിക്കാം. എൻ്റെ ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ എപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അവളുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു കലം പുളിശ്ശേരി എപ്പോഴും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ വിഷുവിന് ഈസി ആയിട്ട് തയ്യാറാക്കാമല്ലോ. നമുക്ക് സദ്യയൊക്കെ ഒരുക്കുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വിഭവങ്ങളാണല്ലോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. വേറെയും ഐറ്റംസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, സമയം പോലെ ഞാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.